ഹലോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. എണീറ്റപ്പം തന്നെ ഞാനൊന്ന് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും അനിയത്തിക്ക് എക്സാം ഉണ്ടായിരുന്നു, എല്ലാവരും പോയി. അപ്പോഴത്തേക്ക് ഞാൻ ചായക്ക് വെള്ളം വെച്ചു. ചായക്ക് ഞാൻ വെള്ളം വെക്കുന്നത് പാലും വെള്ളം പാടി മിക്സാക്കി ആദ്യം തിളപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പാണ് എൻ്റെ അളവ്. ഞാൻ അളന്നിട്ടാണ് വെക്കുക, കാരണം ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കൂടുതലായി പോലെ കുറഞ്ഞു. അപ്പോൾ ഞാൻ കപ്പിൽ അളവാണ്, ആ ഒരു കപ്പ് ചായ മൊത്തം ഞാൻ കുടിക്കും. അങ്ങനെ ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ മീനിന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഞാനൊന്ന് പുറത്തേക്ക് പോയതാണ്. പണ്ട് നല്ല മഴ, മഴയ്ക്ക് ഭയങ്കര മൂഡ് സ്വിങ്സാണ് തോന്നുന്നു. ഇപ്പോൾ ഇടയ്ക്ക് മഴയാണെങ്കിൽ ഇടയ്ക്ക് വെയിൽ. എപ്പോഴും നമ്മൾ വിചാരിക്കും വെയിലാണ് വെച്ച് ഡ്രസ്സൊക്കെ ആറിടാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യും. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മളെ ബാക്ക് സൈഡ് മൊത്തം വയലാണ്, ഫ്രണ്ടിൽ മലയാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി വൈബാണ് കേട്ടോ. മഴ പെയ്താൽ പ്രത്യേകിച്ച് അടിപൊളിയാണ് കാണാനായിട്ട് ബാക്ക് സൈഡിലേക്ക്. അങ്ങനെ നമ്മളെ ചായയുടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണെന്ന്. ചപ്പാത്തിയും പിന്നെ ഇന്നലത്തെ ചെമ്മീൻ കറിയാണുള്ളത്. അപ്പോൾ ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാത്രി ചെമ്മീൻ തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഇന്നത്തേക്ക് അടിപൊളിയാണല്ലോ. അപ്പോൾ ഞാൻ അതും ഇന്നിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതാണ്, ചെമ്മീൻ കറിയും ചപ്പാത്തിയുമാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി നല്ല വറ്റി കുറുക്കി തിളപ്പിച്ചതാണ്, രാവിലെ തിളപ്പിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ചെമ്മീൻ കറി എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ തന്നെ കൊത്തിയാവുക കേട്ടോ. അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, തേങ്ങ ഒക്കെ ഇട്ടിട്ട് അടിപൊളി. അതിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നാളെയായിട്ടും പോസ്റ്റ് ചെയ്യും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക റെസിപ്പിയാണ് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു, പഞ്ചസാര ഇട്ടൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചായപ്പൊടിയൊക്കെ ഇട്ട് കണ്ടോ പൊന്തി വരുന്നത്, നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാട്ടയിലേക്ക് ഞാൻ ചായ ഒഴിച്ചിട്ട് തരിച്ചിട്ടാട്ടോ കപ്പിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മൾ കപ്പൊക്കെ എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മളെ ചായ ഒഴിച്ചിട്ട് വിശന്നിട്ട് വയ്യ കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചു. ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള കൂടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ. അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്തിട്ട് TV കണ്ടുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കാറ്. അപ്പോൾ ഞാൻ ചായ എടുത്തിട്ട് TV കാണാൻ വേണ്ടി പോവാണ്. ആ ഒരു ടൈമിലാണ് മാത്രമാണ് ഞാൻ TV കാണാറ്. അങ്ങനെ TV കാണാറില്ല അധികം, ഫോണിൽ ഇങ്ങനെ റീൽസ് കുത്തി കളിക്കാറാണ്. പിന്നെ ചായ കുടിക്കുമ്പം ചോറുന്നുമ്പോഴാണ് TV ഒന്ന് കാണുന്നത്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ചെമ്മീൻ കറിയൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്, ഡൈനിങ് ഹാളിലേക്ക് പോവാണ് കേട്ടോ. ഡൈനിങ് ഹാളിലല്ല, ലിവിങ് റൂമിലേക്ക് പോവാണ്. ഇങ്ങനെ നമ്മുടെ TV ഒക്കെ ഓൺ ചെയ്തു. ഇനി ചപ്പാത്തി നന്നായിട്ട് നമ്മൾ കറി വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് ചായ കുടിച്ചു, കാപ്പി എന്ന് പറയുമ്പോൾ ചായ കുടിച്ചു. എന്നിട്ട് നമുക്ക് ചപ്പാത്തി നന്നാച്ചു. അപ്പം ഞാൻ ആദ്യം ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് കറിയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ചെമ്മീനും ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഔഫ്, എൻ്റെ മോനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ചെമ്മീനും കൂടെ ആയതുകൊണ്ട്, നല്ല ഫ്ലഷ് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മടക്കിയിട്ട് ഒരു പിടി പിടിച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ബൈ.